നമസ്കാരം. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഷോണിമ. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ നിരവധിയിടങ്ങളിൽ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും കടുത്ത നിയമലംഘനങ്ങളാണ് നടക്കുന്നതെന്ന് നോർത്തേൺ മുനിസിപ്പൽ കൌൺസിൽ അംഗം അബ്ദുള്ള അൽ ഖുബൈസി അറിയിച്ചു. തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ നിർദ്ദേശിക്കപ്പെടുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ഒന്നിലധികം വ്യക്തികളെ ചെറിയ മുറികളിൽ കുത്തിനിറച്ച് നിയമം ലംഘിക്കുന്നു. തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു മുറിയിൽ 8-ൽ കൂടുതൽ തൊഴിലാളികൾ താമസിക്കരുതെന്നും ഓരോ വ്യക്തിക്കും കുറഞ്ഞത് 4 ചതുരശ്ര മീറ്റർ വ്യക്തിഗത സ്ഥലത്തിന് അർഹതയുണ്ടെന്നുമാണ് നിയമമെന്നും അദ്ദേഹം അറിയിച്ചു. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പലപ്പോഴും ശരിയായ വായു സഞ്ചാരവും മതിയായ വെളിച്ചവുമില്ലെന്നും രോഗം പടരുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അൽ ഖുബൈസി ചൂണ്ടിക്കാട്ടി. മുറികളിലും ഇടനാഴികളിലും പാചക അടുപ്പുകളോ ഇന്ധനങ്ങളോ സ്ഥാപിക്കുന്നത് കർശനമായി നിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പല ക്യാമ്പുകളിലും മൃഗങ്ങളെയോ പക്ഷികളെയോ വളർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവ നിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അവിവാഹിതരായ ആളുകൾക്ക് താമസിക്കാൻ പ്രത്യേകം സ്ഥലങ്ങൾ നിർദ്ദേശിക്കണമെന്നും കുടുംബമായി താമസിക്കുന്ന ഇടങ്ങളിൽ ബാച്ചിലർമാരെ താമസിപ്പിക്കുന്ന പ്രവണത മാറ്റണമെന്നും കൌൺസിലർ നിർദ്ദേശിക്കുന്നു. പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മെച്ചപ്പെട്ട മേൽനോട്ടത്തിനായും പൌരന്മാർക്ക് പരാതികൾ അറിയിക്കാൻ ഹോട്ട്ലൈൻ സ്ഥാപിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. ബഹ്റൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പരിപാടികളിലൊന്നായ മറൈൻ ഹെറിറ്റേജ് മത്സരം ഈ മാസം ആരംഭിക്കും. മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സംഘാടകർ അറിയിച്ചു. ബഹ്റൈൻ ഇൻഹെറിറ്റഡ് ട്രഡീഷണൽ സ്പോർട്സ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരം നവംബർ വരെ തുടരും. ബഹ്റൈന്റെ സമുദ്ര പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കപ്പെടുന്ന മത്സരത്തിൽ മത്സ്യബന്ധനം, നീന്തൽ, തുഴച്ചിൽ തുടങ്ങിയ പരിപാടികൾ ഉൾപ്പെടുന്നു. ഈ വർഷത്തെ പതിപ്പിൽ 4 പ്രധാന മത്സരങ്ങളാണ് നടക്കുകയെന്ന് മവ്രൂത്ത് ബോർഡ് അംഗം മുഹമ്മദ് അൽ ഖൽഫാൻ പറഞ്ഞു. ഓപ്പൺ സ്വിമ്മിംഗ്, ഹെഡാക് ഫിഷിംഗ് മത്സരം, അണ്ടർ വാട്ടർ ബ്രെത്ത് ഹോൾഡിംഗ് മത്സരം എന്നിവയ്ക്കൊപ്പം ജനപ്രിയ തുഴച്ചിൽ മത്സരവും തിരിച്ചുവരുമെന്ന് അദ്ദേഹം അറിയിച്ചു. പരിപാടിയുടെ ചെയർമാൻ ഖലീഫ അൽ ഖൌദിന്റെ നിർദ്ദേശപ്രകാരം കമ്മിറ്റിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ 77ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15 രാവിലെ 7 മണിക്ക് ബഹ്റൈൻ ഇന്ത്യൻ എംബസിയിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും. ഇതിനായി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ എല്ലാ അംഗങ്ങളും രാവിലെ 6:45 എത്തണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 77ാം വാർഷികത്തോടനുബന്ധിച്ച് IYCC ബഹ്റൈൻ മുഹറക് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന വിഷയത്തിൽ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർ സീനിയർ, 10 to 18 വരെയുള്ളവർ ജൂനിയറായും 10 വയസ്സിന് താഴെയുള്ളവർ സബ് ജൂനിയറായും തിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 3 മിനിറ്റിൽ കൂടാത്ത പ്രസംഗ വീഡിയോ ഓഗസ്റ്റ് 16 രാത്രി 10 മണിക്ക് മുൻപായി 39956325 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയക്കേണ്ടതാണ്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 39956325 അല്ലെങ്കിൽ 33249181 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് IYCC മുഹറക് ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്, സെക്രട്ടറി നൂർ മുഹമ്മദ്, ട്രഷറർ ഷഫിയോൺ കബീർ എന്നിവർ അറിയിച്ചു. 7 ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മനാമ അൽഹിലാൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. നിരവധി ആളുകൾ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സൗജന്യ കൺസൾട്ടേഷനും അൽഹിലാൽ ഹോസ്പിറ്റൽ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ നിർവഹിച്ചു. പ്രസിഡന്റ് ജേക്കബ് തേക്കുതോടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ചെമ്പൻ ജലാൽ സ്വാഗതവും ബൈജു മലപ്പുറം നന്ദിയും രേഖപ്പെടുത്തി. സംഘടനയുടെ ചെയർമാൻ മനോജ് മയന്നൂർ, ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാർത്ത്, ബഹ്റൈൻ ലീഗൽ സെൽ കൺട്രി ഹെഡ് സുധീർ തിരുനെല്ലത്ത്, സാമൂഹ്യ പ്രവർത്തകനായ EV രാജീവൻ, കോഴിക്കോട് അസോസിയേഷൻ സെക്രട്ടറി ജ്യോതിഷ് പണിക്കർ, OICC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റംഷാദ്, VC ഗോപാലൻ, ICF കമ്മിറ്റി മെമ്പർ അഷ്റഫ്, അൽഹിലാൽ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ നൌഫൽ സലാഹുദ്ദീൻ, മാർക്കറ്റിംഗ് ആൻഡ് ഇൻഷുറൻസ് ഹെഡ് ഉണ്ണികൃഷ്ണൻ, ബ്രാഞ്ച് ഹെഡ് ഷഫീൽ, പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ സത്യൻ കാവിൽ, തോമസ് ഫിലിപ്പ്, ലേഡീസ് വിംഗ് കോർഡിനേറ്റർ മിനി റോയ്, അൻവർ നിലമ്പൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സാമൂഹ്യ പ്രവർത്തകരായ മോനി ഓടിക്കണ്ടത്തിൽ, ബിനു കുന്നന്താനം, സൽമാൻ ഫാരിസ്, ദീപക് തണൽ തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പ് സന്ദർശിച്ചു. മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്ക് ഡാനിയൽ പാലത്തുംപാട്ട്, വൈസ് പ്രസിഡന്റ് MC പവിത്രൻ, അജി P ജോയ് തുടങ്ങിയവരും അൽഹിലാൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകളും നേതൃത്വം നൽകി. IYCC ബഹ്റൈൻ ഏരിയ കൺവെൻഷനുകൾക്ക് ഹിദ്ദറാദ് ഏരിയയിലൂടെ തുടക്കമായി. IYCC ഹിദ്ദറാദ് ഏരിയ പ്രസിഡന്റ് റോബിൻ കോച്ചിയുടെ അധ്യക്ഷതയിൽ IYCC ബഹ്റൈൻ ദേശീയ ഉപാധ്യക്ഷൻ ഷംഷാദ് കാക്കൂർ ഉദ്ഘാടനം നിർവഹിച്ചു. മിൽഖെ ചലോ എന്ന പേരിൽ ഹിദ് മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മൗന പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്.
IYCC ബഹ്റൈൻ മുൻ ദേശീയ പ്രസിഡന്റ് ബേസിൽ നെല്ലിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി ആശംസകൾ നേർന്ന് സംസാരിച്ച ചടങ്ങിൽ സാമൂഹ്യ നന്മയ്ക്ക് സമർപ്പിത യുവത്വമെന്ന സംഘടനാ ആപ്തവാക്യത്തെക്കുറിച്ച് IYCC ബഹ്റൈൻ ദേശീയ ട്രഷറർ ബൻസി ഗനിയുഡ് വാസ്റ്റിൻ സംസാരിച്ചു. പ്രവർത്തകർക്ക് ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായി ഡോക്ടർ ജെയിംസ് ജോയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ടോക്കും പരിപാടിയുടെ ഭാഗമായി നടന്നു. സംഘടനയുടെ പുതിയ മെമ്പർഷിപ്പ് കാർഡുകൾ ഏരിയയിലെ സീനിയർ മെമ്പർമാരായ നിസാം NK, മനോജ് അപ്പുക്കുട്ടൻ, ഷെറിൻ ജോർജ് എന്നിവർക്ക് ഷംഷാദ് കാക്കൂർ, രഞ്ജിത്ത് മാഹി, ബേസിൽ നെല്ലിമറ്റം എന്നിവർ ചേർന്ന് നൽകി. ഏരിയ കമ്മിറ്റി ഓൺലൈനിലൂടെ നടത്തിയ ബ്രെയിൻ ബസ്റ്റർ ക്വിസ് മത്സരത്തിൽ ആദ്യ സ്ഥാനം നേടിയ നിസാം NKയ്ക്കും രണ്ടാം സ്ഥാനം നേടിയ രാജേഷ് പന്മനിക്കുമുള്ള സമ്മാന വിതരണവും നടത്തി. സംഘടനയിലേക്ക് പുതുതായി കടന്നുവന്നവർക്കുള്ള സ്വീകരണം കഴിഞ്ഞ വർഷം ഏരിയ കമ്മിറ്റിയെ നയിച്ചവർക്കുള്ള അനുമോദനവും ദേശീയ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ നടന്നു. കൂടാതെ 2024-25 കാലത്തേക്കുള്ള ഏരിയ കമ്മിറ്റിയുടെ ആദ്യഘട്ട പ്രവർത്തന പരിപാടികളും പ്രഖ്യാപിച്ചു. വോളിബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ, വടംവലി എന്നീ കായിക മത്സരങ്ങളിലേക്കുള്ള ഏരിയ തലത്തിലെ ക്യാപ്റ്റന്മാരെയും പരിപാടിയിൽ വെച്ച് തിരഞ്ഞെടുത്തു. അരുഷ ഷനീഷ് അവതാരകയായിരുന്നു. അവർക്കുള്ള മെമന്റോ ദേശീയ ഭാരവാഹികൾ നൽകി. ഏരിയ സെക്രട്ടറി നിധിൻ ചെറിയാൻ സ്വാഗതവും ഏരിയ ട്രഷറർ ഷനീഷ് സദാനന്ദൻ നന്ദിയും രേഖപ്പെടുത്തി. ബഹ്റൈനിൽ വിവിധ രാജ്യക്കാരായ കുട്ടികൾ വിവിധ കലകൾ അഭ്യസിക്കുന്ന കേന്ദ്രമെന്ന നിലയിൽ ഓറ ആർട്സ് സെന്ററിന് മനാമ ക്യാപിറ്റൽ ഗവർണറേറ്റിന്റെ ആദരവ്. ക്യാപിറ്റൽ ഗവർണറേറ്റിലെ ഇൻഫർമേഷൻ ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി, മറ്റു വിവിധ രാജ്യങ്ങളുടെ എംബസി അധികൃതർ തുടങ്ങിയവർ ഓറ ആർട്സ് സെന്ററിൽ നേരിട്ടെത്തിയാണ് ആശംസകൾ നേർന്നത്. കഴിഞ്ഞ ദിവസം ബഹ്റൈൻ പോലീസ് വിഭാഗത്തിന്റെ വിവിധ മേഖലകളിലെ ഓഫീസർമാർ ഓറ ആർട്സ് സെന്ററിലെത്തി കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് സെമിനാർ നടത്തിയിരുന്നു. ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻഫർമേഷൻ ഡയറക്ടർ യൂസഫ് ലോറിക്കൊപ്പം വിവിധ എംബസി അധികൃതർ, ബഹ്റൈനിലെ സാമൂഹ്യ പ്രവർത്തകരായ ചെമ്പൻ ജലാൽ, മോനി ഓടിക്കണ്ടത്തിൽ, ബഹ്റൈനിലെ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ഓറ ആർട്സ് ചെയർമാൻ മനോജ് മയ്യന്നൂർ, ഡയറക്ടർമാരായ വൈഷ്ണവ് ദത്ത്, വൈഭവ് ദത്ത്, സ്മിത മയ്യന്നൂർ, ഓറയിലെ അധ്യാപകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വയനാട് ദുരിതഭൂമിയിൽ OICC ഇൻകാ സഹായങ്ങൾ ഏകീകരണം മാതൃകാപരമെന്ന് മുൻ OICC ഗ്ലോബൽ സെക്രട്ടറിയും IOC ബഹ്റൈൻ ജനറൽ സെക്രട്ടറിയുമായ ബഷീർ അമ്പലായി അറിയിച്ചു. KPCCയുടെ പ്രവാസ പോഷക സംഘടനയായ OICC ഇൻകാസ് ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കൂടലിന്റെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിലെ വിവിധ യൂണിറ്റുകളിൽ നടക്കുന്ന സഹായഹസ്തങ്ങൾ ഏകീകരിച്ച് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശങ്ങളിൽ അർഹതപ്പെട്ടവർക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഗ്ലോബൽ പ്രസിഡന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിട്ട് നിൽക്കുകയാണ് ും ദുരിതബാധിതർക്കുള്ള പ്രവർത്തനങ്ങളിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കൃത്യത പാലിക്കാൻ കഴിയുന്നതിൽ OICC ഇൻകാസ് ഗ്ലോബലിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നും ബഷീർ അമ്പലായി അറിയിച്ചു. വിദേശത്തുള്ള എല്ലാ ജനാധിപത്യ കോൺഗ്രസ് ആശയക്കാരെയും അനുഭാവികളെയും പ്രവർത്തകരെയും ഒരു കുടക്കീഴിൽ അണിചേർക്കാൻ പുതിയ ഗ്ലോബൽ പ്രസിഡന്റ് സ്ഥാനത്തിന് കഴിയുമെന്നും 3.5 പതിറ്റാണ്ട് പ്രവാസ ലോകത്ത് പ്രസ്ഥാനത്തിനു വേണ്ടി കർമ്മനിരതനായി നിൽക്കുന്ന ജെയിംസ് കൂടലിന്റെ പ്രവർത്തന മികവ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ടെന്നും ബഷീർ അമ്പലായി ചൂണ്ടിക്കാട്ടി. മറ്റു വാർത്തകളിലേക്ക്. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിനിടയാക്കിയത് കനത്ത മഴ തന്നെയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്. ഉരുൾപൊട്ടലിന്റെ ട്രിഗറിംഗ് ഫാക്ടർ കനത്ത മഴയാണെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടിലെ പരാമർശം. പ്രാദേശിക ഘടകങ്ങൾ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി. സ്ഥലത്തിന്റെ ചെരിവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കി. പ്രദേശത്ത് നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടായതായും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിലയിരുത്തി. വയനാട്ടിലെ അപകട മേഖലയിൽ 2018 മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. ചെറുതും വലുതുമായി ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 7 കിലോമീറ്റർ ദൂരത്തോളം അവശിഷ്ടങ്ങൾ ഒഴുകി. കൂറ്റൻ പാറക്കഷ്ണങ്ങളും മണ്ണും ചെളിയും ദ്രുതവേഗം ഒഴുകിയെത്തി. അപകട മേഖലയുടെ മലയോര മേഖലകൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യതാ പട്ടികയിലാണുള്ളതെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. നാടിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൽ 400-ലേറെ പേരാണ് മരിച്ചത്. 100-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ന് നാട്ടുകാരുടെയും ദുരന്തത്തെ അതിജീവിച്ചവരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ജനകീയ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവസ്ഥലം സന്ദർശിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പമുണ്ടാകുമെന്നും ഉറപ്പു നൽകി. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables,
sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. വയനാട് ദുരന്ത മേഖലയിലെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. പ്രദേശത്ത് കനത്ത മഴയെ തുടർന്നാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചത്. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും അട്ടമലയിലുമാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത്. അട്ടമലയിലെ തിരച്ചിലിനിടെ 2 എല്ലിൻ കഷ്ണം ലഭിച്ചു. ഇവ പരിശോധനയ്ക്കായി മാറ്റി. മൃഗത്തിന്റേതാണോ മനുഷ്യന്റേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പരപ്പൻപാറയിൽ വീണ്ടും മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. റിപ്പണിൽ നിന്ന് പോയ സംഘമാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഇതേ സംഘം 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ചേർത്തലയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ വില്ലൻ തുമ്പപ്പൂവല്ലെന്ന് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം ചേർത്തല സ്വദേശിയായ 42-കാരി ജെ ഇന്ദു മരിച്ചത് തുമ്പപ്പൂ തോരൻ കഴിച്ചതിനെ തുടർന്നാണെന്ന സംശയം ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. തോരൻ കഴിച്ച മറ്റു ബന്ധുക്കൾക്ക് ഇതുവരെയും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ല. അതിനാലാണ് ഇന്ദുവിന്റെ മരണത്തിൽ വില്ലൻ തുമ്പപ്പൂവല്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. യുവതിക്ക് പ്രമേഹം, തൈറോയിഡ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് ഇന്ദു തുമ്പ ഉപയോഗിച്ച് തയ്യാറാക്കിയ തോരൻ കഴിച്ചത്. ഇതേ തുടർന്ന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. വെള്ളിയാഴ്ച എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു യുവതിയുടെ മരണം. ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഭക്ഷ്യവിഷബാധയെന്ന് സൂചിപ്പിച്ചാണ് FIR രജിസ്റ്റർ ചെയ്തത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള സർക്കാരിനെതിരെ വിമർശനവുമായി മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയ്. സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോടതിയിൽ തമിഴ്നാടിന്റെ വാദങ്ങൾ ജയിക്കാനാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് റസൽ ജോയ് കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ഇടതു വലതു മുന്നണികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനകീയ പ്രതിഷേധം നടത്തുമെന്നും റസൽ ജോയ് വ്യക്തമാക്കി. അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൂടി. ഡാം സുരക്ഷിതമെന്ന വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകൻ മാത്യു നെടുമ്പാറയാണ് ഹർജി നൽകിയത്. ഡാമിന് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. വയനാട്ടിലുണ്ടായ ദുരന്തം കണക്കിലെടുക്കണം. മുൻകാല കോടതി വിധികൾ നിയമപരമായി തെറ്റെന്നും 2006, 2014 വർഷങ്ങളിലെ കോടതി വിധി റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കേരളത്തിന് ഡാമിൽ അവകാശമുണ്ടെന്നും ഹർജിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ്. 2 ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലിനോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് തയ്യാറാക്കണമെന്നും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും നിർദ്ദേശം നൽകി. തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
പാരീസ് ഒളിമ്പിക്സിൽ ബഹ്റിന് വീണ്ടും സുവർണ നേട്ടം. ഗുസ്തി 97 കിലോഗ്രാം വിഭാഗത്തിലാണ് അഹ്മദ് തഴുദിനോവ് സ്വർണം നേടിയത്. ഇന്ന് നടന്ന ഫൈനലിൽ ജോർജിയൻ താരം മച്ചിരാഷ്വലിയെ പരാജയപ്പെടുത്തിയാണ് അഹ്മദിന്റെ നേട്ടം. വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ സ്റ്റേസിൽ വിൻഫ്രഡ് യാവി ബഹ്റിന് വേണ്ടി ആദ്യ സ്വർണം നേടിയിരുന്നു. വനിതകളുടെ 400 മീറ്ററിൽ സൽവായിദ് നാസർ വെള്ളിയും നേടി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭരാത്രി.